മാസ്റ്റർ, അമാനുള്ള മാസ്റ്റർ, കെട്ടി റാഫി മാസ്റ്റർ തുടങ്ങി വേദിയിലും സദസ്സിലും വിശിഷ്ടരായിട്ടുള്ള KSTUവിൻ്റെ നേതാക്കന്മാരെ, സർവോപരിന്റെ ചാലകശക്തികളായ പ്രവർത്തകർ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ സംഭവിച്ചത്. സ്വന്തം തേടുന്ന പൊതുവിദ്യാഭ്യാസം എന്ന കായിക പ്രസക്തമായ പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കേരളത്തിലെ മിക്ക ഉപജില്ലകളിലും സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഉപജില്ലകളിലൊക്കെ നടന്നു കഴിഞ്ഞു. ഏതായിരുന്നാലും നമ്മുടെ KSTU തിരൂർ ഉപജില്ലാ സമ്മേളനം മുൻവർഷത്തിനെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ആൾബലം കൊണ്ടും അതുപോലെ തന്നെ സംഘടന മികവ് കൊണ്ടും, പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് ഈ ആലത്തൂർ സ്കൂളിലെ യൂണിറ്റ് കമ്മിറ്റിയെ വളരെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് തന്നെ അഭിനന്ദിക്കുകയാണ്. ഇത്ര സെറ്റപ്പോട് കൂടി ഇവിടെ ഈ പ്രോഗ്രാം ഇവിടെ ഒരുക്കിയിട്ടുള്ള സന്തോഷം ഒന്നുകൂടി അറിയിക്കുകയാണ്. നമുക്കറിയാം, KSTU തിരൂർ ഉപജില്ലാ കമ്മിറ്റി ഇടയ്ക്കിടയിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുസ്തഫ ഹജി, സംസ്ഥാന KSTU ജനറൽ സെക്രട്ടറി ഗഫൂർ മാസ്റ്റർ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയും നമുക്കെല്ലാം എന്ത് കാര്യങ്ങൾക്കും വേണ്ടി എപ്പോഴും നമ്മൾ ബന്ധപ്പെടുകയും ചെയ്യുന്ന അമാനുള്ള മാസ്റ്റർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വപ്നം നൽകുന്ന പൊതുവിദ്യാഭ്യാസം എന്ന വിഷയം ഉയർത്തി KSTU തിരൂർ ഉപജില്ല പ്രോഗ്രാം സംഘടന നടത്തുന്നതറിഞ്ഞു. ആ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേക മാസം പലതവണയായി വിളിച്ചു പറഞ്ഞായിരുന്നു. പൊതുവെ പൊതുപ്രവർത്തനത്തിലടക്കം പല പ്രവർത്തിക്കുന്നെങ്കിൽ ഉയർന്ന മൂല്യമുള്ള സുഹൃത്തുക്കളോടൊപ്പം ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നൂറിലാമിലുമൊക്കെ അവിടെ ഇരിക്കുന്നത് ഇസ്മായിൽ
സയ്യിദ് ഇസ്മായിൽ ഇങ്ങോട്ടാണ് ഇരിക്കേണ്ടത്. പിന്നെ അദ്ദേഹം അവിടെയാണ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഏതായാലും അങ്ങനെ ഈ രംഗത്തൊക്കെ വളരെ ശക്തമായി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഫുവാദൊക്കെ പിന്നെ കൂടുതൽ സമ്മാനം വാങ്ങുമ്പോൾ ഫുവാദ് അവിടെ വെച്ചൊരു ചെറിയ പിന്നെ മത്സരത്തിലുണ്ടായ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഒരു ചെറിയ സംഗതി ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ വളരെ വീറോടുകൂടി ഒരു സ്പോർട്സ്മാന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് അംഗീകരിക്കാതെ തീർച്ചയായും എന്താണോ ഒരു സ്പോർട്സ്മാൻ ചെയ്യേണ്ടത് അത് പോരാടി വിജയിച്ച നിങ്ങളുടെ ഒരു പ്രതിഭയാണ് ഫുവാദ്. അത് സംഘടനാ രംഗത്ത് മികച്ചതാണ്. പാവക്കുട്ടി അടക്കമുള്ള ആളുകൾ പഴയകാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഈ പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ ധീരതമായി ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ ഒട്ടനവധി ആളുകൾ അതുപോലെ തന്നെ മോമാരി മാസ്റ്റർ അടക്കമുള്ള മുസഫുദ്ദി മാസ്റ്റർ അടക്കമുള്ള മഹാരഥന്മാരായ ആളുകൾ കടന്നുപോയ പാതാവിലാണ് ഇത്രയും വിശാലമായി ഇതിനെ ഇവിടെ ഉയർത്തി കാണിക്കുവാൻ നമുക്ക് സാധിച്ചത് എന്ന് നമ്മുടെ പൊതുജന രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വം കൂടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സ്വത്വം നേടുന്ന പൊതുവിദ്യാഭ്യാസമില്ല. പ്രമേയത്തിനൊക്കെ നിരവധി വായനകളും നിരവധി കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയിച്ചതുകൊണ്ട് അതിലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നമ്മൾ അതിഥികൾ കൂടി സംസാരിക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. ഒന്ന്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഫെഡറൽ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അത് നടപ്പാക്കാൻ പോവുകയാണ്. ആരാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ തത്വങ്ങൾ ആവിഷ്കരിച്ചത്? RSSന്റെ കാര്യാലയത്തിൽ നിന്നും അവർ എഴുതി കൊടുത്ത വാറോലകളുടെ തിട്ടൂരമാണ് കേന്ദ്രത്തിന്റെ മാനവ വിഭവശേഷി വകുപ്പ് ഈ ഇന്ത്യയിലെ പാർലമെന്റിൽ വെച്ചും വെക്കാതെയും നിയമമാക്കിയെടുത്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഭാഷകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അറബി ഭാഷയെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്നു. ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങളെ മുഴുവൻ മാറ്റി എഴുതപ്പെടുന്നു. മാത്രവുമല്ല, അതിൽ സെക്കുലർ എന്നൊരു വാക്ക് പോലും പ്രയോഗിക്കാതെ വളരെ വലിയ പേജുകൾ വരുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ഞങ്ങൾ നാഴികൾക്ക് 40 വട്ടം ഞങ്ങൾ മതേതരത്വത്തിന്റെ സോഷ്യലിസത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ വക്താക്കൾ ആവർത്തിച്ച് ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കേരളത്തിലെ നാടിനുപരമായി നേടിയെടുത്ത ജനാധിപത്യ സോഷ്യൽ മര്യാദകളെ കാറ്റിൽ പറത്താൻ ഞങ്ങൾ പോകുന്നു എന്നുള്ള മെസ്സേജാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്നാ പറഞ്ഞത്. കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ഇവിടെ വളരെ വേദനയോടെയും അപകടത്തോടെയും നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത്തരം രാഷ്ട്രീയ അന്തരീക്ഷങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് SSK രാഷ്ട്രീയപരമായി ഉള്ള കയ്യേറ്റം നടന്നു കഴിഞ്ഞു. DYFIക്കാരനെയും SFIക്കാരനെയും ഓരോ ഡെയിലി വേജസ് പോസ്റ്റുകൾ നിയമിച്ചു കഴിഞ്ഞു. നാമമാത്രമായി ട്രെയിനർ ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് അവര് എല്ലാത്തിനും അവരുടെ ഇടതുപക്ഷ ആശയത്തെ പിന്തുണക്കുന്ന സംഘടനാ ആളുകളെ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങളിൽ സർവീസ് ചെയ്യുന്നത് ഇതുപോലെ നിയമിക്കപ്പെട്ട കരാടിസ്ഥാനത്ത് നിയമിക്കപ്പെട്ട SFIയുടെയും DYFIയുടെയും നേതാക്കന്മാരാണ്. ഞാൻ അവസാനിപ്പിച്ചു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നമ്മൾ ഉയർത്തിയ കൈകൾ മാത്രമാണ് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ സഫലബോധന സമർപ്പിത മുന്നേറ്റം എന്ന പ്രഖ്യാപിത നയം നേടിയെടുത്തുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ മഹാരഥന്മാർ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർക്കുക എന്നാണ് പറയാനുള്ളത്. ഇവിടെ ശക്തി തന്നെയാണ് ഇടിച്ചോടുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഏത് സഹായം വേണോ വേണ്ടത്, അധ്യാപക കാലഘട്ടം ഇനിയുള്ളത് ഒരു പക്ഷേ ഭീഷണിയുടെയും അതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാവുമ്പോൾ തന്നെ ഒരുപാട് ഭീഷണികളും പ്രയാസങ്ങളും നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്ര ഒരു പ്രയാസം ഒരു കാരണവശാലും നേരിടുകയില്ല എന്നുള്ള ഒരു ഉറച്ച വാക്ക് തന്നെയാണ് നൽകുന്നത്. തീർച്ചയായും പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ എല്ലാവിധ പിന്തുണയും മണ്ഡലം മുസ്ലിം ലീഗ് നേതാവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് വാക്ക് തരികയാണ്. മറ്റൊന്ന്,
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്കൂളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംസ്കൃത പറഞ്ഞത് നിങ്ങളെ കാലഘട്ടം കഴിയുന്നില്ല, ഇതിന്റെ സമയം കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ PTA പ്രസിഡന്റ് എന്നുള്ള ഒരു പദവി അലങ്കരിച്ച ഞാൻ ആ കാലത്ത് 99% അധ്യാപകന്മാരും അന്ന് SDയുടെ അധ്യാപകരായിരുന്നു. ഇന്ന് മറിച്ച് അത് 70% അധ്യാപകർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യാപക സംഘടനയാണ് എന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, കൂടുതലൊന്നും പറയുന്നില്ല. ആശംസ പ്രസംഗം എന്ന ഒരു സമയത്തിന്റെ പരിധി നിന്നുകൊണ്ട് പറയട്ടെ, തീർച്ചയായും വളരുവാൻ ഒരുപാട് മേഖലകൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സ്ത്രീ സമൂഹത്തിനുണ്ട്. ഇപ്പോൾ തന്നെ ബ്ലോക്ക് മെമ്പറൊക്കെയുള്ള വേദിയാണ് നമ്മളെ വേദിയൊക്കെ. അതുപോലെ തന്നെ ഇനിയൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ നിയമസഭയിലൊക്കെ പോവാൻ കഴിവും പ്രാപ്തിയുമുള്ള വനിതകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു പക്ഷേ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ 33% ഇന്ത്യൻ പാർലമെന്റിലേക്കും അതായത് നിയമസഭയിലേക്കും